എല്ലാവർക്കും മല്ലവണ്ണപ്പണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടാരോ റൂട്ട് അല്ലെങ്കിൽ ചേമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചിപ്സിനെ കുറിച്ചാണ്. അതിൻ്റെ ബിസിനസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ചേമ്പ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾക്ക് മിക്ക വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ഉള്ളൊരു സാധനമാണ് ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ചിപ്സിൻ്റെ രൂപത്തിലോട്ട് ആക്കുന്നതെന്നാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് മാർക്കറ്റിലോട്ടും അതുപോലെ തന്നെ ആമസോൺ, US പോലത്തെ ഉള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് സെല്ല് ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നും നമ്മൾ ഇതിൻ്റെ ലേറ്റർ ഓൺ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ നോക്കുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചേമ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഡ്രൈ ആകാനായിട്ട് വെക്കുക. അത് ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് വറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഒരു ഹെൽത്തി ഫുഡ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് വറക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എയർ ഫ്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് പാക്ക് ചെയ്ത് നല്ല പാക്കേജിങ്ങിലൂടെയൊക്കെ നമുക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ടാരോ റൂട്ട് ചിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അനാലിസിസ് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എങ്ങനെ ഇത് സെല്ല് ചെയ്യണം, എങ്ങനെ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയിലോട്ട് എത്തിക്കണം, ഒരു മാസം നിങ്ങൾ എത്ര റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റും, എത്ര പ്രോഫിറ്റ് കിട്ടും, അതുപോലെ തന്നെ എന്തൊക്കെ ചിലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിനി ടാരോ റൂട്ട് അതായത് ചേമ്പ് ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉള്ള എക്സ്പോർട്ട് ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ചേമ്പ് എന്ന് പറയുന്നത്, അല്ലെ ഇംഗ്ലീഷിൽ ടാരോ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബിസിനസ് ഓവർവ്യൂ എന്ന് പറയുമ്പം നമുക്കറിയാം കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ചേമ്പിലെ കൃഷീനെ അല്ലെങ്കിൽ ചേമ്പിൻ്റെ കൃഷീനെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള എക്സ്പോർട്ട് ബിസിനസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ മോഡലിലാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ മിഡിൽ മാൻ അല്ലെങ്കിൽ ഫാമിംഗ് ചെയ്ത് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മളിത് ആൾക്കാരുടെ നിന്ന് സോഴ്സ് ചെയ്ത് അത് എക്സ്പോർട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാം. നമ്മൾ തന്നെ ബ്രാൻഡിങ്ങിൽ എത്തിച്ചിട്ട് ചിപ്സൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യുണീക്ക് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം ആയിട്ടുള്ള കേരള ടാരോ ക്വാളിറ്റിയാണ്. ചേമ്പ് നമ്മുടെ നാട്ടിലെ തന്നെ എടുക്കുക, ഡയറക്റ്റായിട്ട് ഫാമേഴ്സിനെ ഡയറക്റ്റായിട്ട് കൃഷിക്കാരെ തന്നെ നമ്മൾ പാർട്ട്ണറാക്കി എടുക്കുക. പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് കണക്ഷൻസ് വേണം. മാർക്കറ്റ് അനാലിസിസ് നോക്കുമ്പോഴേക്കും യു എയിൽ ഏകദേശം 100 മില്യൻ്റെ മാർക്കറ്റാണുള്ളത്. സിംഗപ്പൂരിൽ 30 മില്യൻ്റെ മാർക്കറ്റുണ്ട്. UK 20 മില്യൺ പൗണ്ടിൻ്റെ മാർക്കറ്റുണ്ട്. USA $50 മില്യൺ ആണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് തന്നെ. ഈ മാർക്കറ്റ് സൈസ് കണ്ട് ഒത്തിരി ഹാപ്പി ഒന്നും ആകണ്ട. അത് ചിലപ്പോൾ ഓവറോൾ ആ ഒരു സെക്ടർ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് വരുന്ന മാർക്കറ്റ് സൈസ് അതിലും ചിലപ്പോൾ കുറയാനും കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, കസ്റ്റമർ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏഷ്യൻ ഗ്രോസറി ചെയിൻസ് ആണ്. ഓക്കെ, ടാരോ റൂട്ട് നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആ റീജിയനിലൊക്കെ ഒത്തിരി ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ഹെൽത്തി ഡയറ്റ്, അതായത് ഹോൾസെയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ ഇതെടുക്കും. പിന്നെ റെസ്റ്റോറൻറ്റ് സപ്ലയേഴ്സ് ഉണ്ട്, ഓൺലൈനായിട്ടുള്ള എത്നിക് സ്റ്റോഴ്സുകൾ ഇത് എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം വേണം? ഓക്കെ, ലീഗൽ റിക്വയർമെൻറ്റ്സിന് നമ്മൾ ഏകദേശം 75,000 രൂപയാണ് മാറ്റി വെച്ചേക്കുന്നത്. മൊത്തം 5 ലക്ഷമാണ് നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സ്പോർട്ട് ലൈസൻസ്, FSSAIയുടെ രജിസ്ട്രേഷന്, EEC കോഡ്, MSME രജിസ്ട്രേഷൻ, ഇതിനെല്ലാം കൂടി ഏകദേശം നമ്മൾ 75,000 രൂപ മാറ്റി വെച്ചു. അത്രയൊന്നും ആകത്തില്ല, അതൊരു റഫ് എമൗണ്ട് ആണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ബിസിനസ് അനാലിസിസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ തുടങ്ങാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ 2,25,000 രൂപ നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, റെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് വേണം, പാക്കേജ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ് വേണം, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് വേണം. മാർക്കറ്റിങ്ങിന് നമ്മൾ 1 ലക്ഷം രൂപയാണ് മാറ്റി വെച്ചേക്കുന്നത്. ഒന്ന്, നമുക്ക് വെബ്സൈറ്റ് വേണം. ഒന്ന്, നമുക്ക് ആമസോൺ പോലത്തെ B2B പ്ലാറ്റ്ഫോംസിൽ നമുക്ക് സെല്ല് ചെയ്യാം. അവിടെ നമുക്ക് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും നമുക്ക് കുറച്ച് ഫീസ് വേണം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ടാരോ റൂട്ട് ചിപ്സിൻ്റെ പാക്കറ്റിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ
നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലൂടെ ഇൻഫ്ലുവൻസേഴ്സിന് അയച്ചു കൊടുത്തിട്ട് അവരിത് റിവ്യൂ ചെയ്യുന്നത്, കുക്കിംഗ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കിത് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്കിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം റൺ ചെയ്ത് പോകണേലുള്ള ക്യാപിറ്റൽ എന്ന് പറയുമ്പം നമുക്കത് നമ്മുടെ ഈ ചെമ്പ് വാങ്ങിക്കാനായിട്ടുള്ള പൈസ, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന്, പിന്നെ ഇത് പാക്ക് ചെയ്യാനും അതിനൊക്കെയുള്ള വർക്കേഴ്സിൻ്റെ സാലറി, അത് നമ്മളൊരു ഏകദേശം 1 ലക്ഷം രൂപ ടോട്ടൽ ഇതിനെല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ സോഴ്സിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം 10 മുതൽ 15 സ്മോൾ ഫാമേഴ്സ്, ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ടൈപ്പ് ആകുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഇന്നത് കളക്ട് ചെയ്യുക. പിന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവരോട് തന്നെ പറയാം. അപ്പോൾ അത് തന്നെ അവർ തന്നെ ക്വാളിറ്റിയൊക്കെ അഷ്വർ ചെയ്ത് നമുക്ക് തരും. ഓക്കെ, ഒരു ഫെയർ പ്രൈസും അതായത് നല്ലൊരു മാന്യമായിട്ടുള്ള ഒരു പൈസയും കൊടുക്കാം. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സിൻ്റെ കോർഡിനേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ഉറപ്പാക്കണം, ഗ്രേഡിങ് അതുപോലെ പാക്കേജിങ് എൻഷുർ ചെയ്യുക, എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രോപ്പറാക്കുക, ഷിപ്പിംഗ്. ഇപ്പോൾ എക്സ്പോർട്ട് ഒക്കെ എടുക്കുമ്പോൾ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതായത് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ട് എൻറ്റയർ ബാച്ച് തിരിച്ചു വന്ന് അങ്ങനെ നഷ്ടത്തിൽ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാക്കേജിങ്ങും കാര്യങ്ങളെല്ലാം അതുപോലെ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, മന്ത്ലി റവന്യൂ മോഡൽ എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് സെയിൽസ് 5 ടൺ ആണെങ്കിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് ഏകദേശം 40 രൂപ പെർ കിലോഗ്രാം കൊടുത്തു, സെല്ലിംഗ് പ്രൈസ് ഏകദേശം നമ്മൾ 100 രൂപ പെർ കിലോഗ്രാം വെച്ചു. ഇപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. ലോക്കലായിട്ട് സെയിൽസ് കൊണ്ടുവരുമ്പോൾ പർച്ചേസ് പ്രൈസ് നമുക്കറിയാം 40 കിലോ തന്നെ, സെല്ലിംഗ് പ്രൈസ് 80 രൂപയാണ് പെർ കിലോഗ്രാം, റവന്യൂ 1,60,000 രൂപ. ഓക്കെ, ഇപ്പോൾ ഇത് 2 ടൺ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ മന്ത്ലി റവന്യൂ എന്ന് പറയുന്നത് വരവാണ്, അത് ഏകദേശം 7,60,000 രൂപ നമുക്ക് വരവുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ചിലവ് വരും? ഓക്കെ, പ്രോഡക്റ്റ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത് മാത്രം നമുക്ക് 2,80,000 രൂപ നമുക്ക് പൈസ അത്രയും പോകും. ട്രാൻസ്പോർട്ടേഷന് നമ്മുടെ ഇത് കൊണ്ടുപോകാനായിട്ടൊക്കെയുള്ള ചിലവ് 50,000 രൂപ, നമ്മുടെ വർക്കേഴ്സിനുള്ള ചാർജ് 30,000 രൂപ നമ്മൾ മാറ്റി വെച്ചു, റെൻറ്റ് സ്റ്റോറേജിനുള്ള വാടക 15,000 രൂപ മാറ്റി വെച്ചു, മാർക്കറ്റിങ്ങിന് ഒരു 20,000 രൂപ മാറ്റി വെച്ചു. പിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും ചിലവ് വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 25,000 രൂപ വെച്ചു. ഇതൊക്കെ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഇതൊരു നോമിനൽ എമൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഏകദേശം ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് 4,20,000 രൂപയാണ് മന്ത്ലി നമുക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു മാസത്തെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 3,40,000 ആയിരിക്കും. ഇത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചേമ്പിൻ്റെ വിലയും അതൊക്കെ മാറുന്നതനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം എക്സ്പോർട്ടിൻ്റെ സ്ട്രാറ്റജി നമുക്കറിയാം ഓൾറെഡി. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വേണം, ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, എക്സ്പോർട്ട് ഇൻവോയ്സ്, പാക്കേജിങ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ പ്രോപ്പറായിട്ട് ഷിപ്പിംഗ് പാർട്ട്ണറിനെ നമുക്ക് വേണം, അതായത് ലോക്കൽ ലോജിസ്റ്റിക് കമ്പനീസ്, ഇൻ്റർനാഷണൽ ഫ്രൈറ്റ് ഫോർവേഡേഴ്സ്, കസ്റ്റം ഹൗസ് ഏജൻസിനെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വാളിറ്റി അഷുറൻസിൻ്റെ കേസിൽ നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് സൈസ് ഗ്രേഡിങ്, അതായത് സൈസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി വേണം. ക്ലീൻ ആയിരിക്കണം, അതായത് വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം ഇത് പ്രോസസ്സ് ചെയ്യേണ്ടത്. പാക്കേജിങ്ങിൻ്റെ കേസിലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോറേജ് കണ്ടീഷൻസും നല്ല രീതിയിൽ ആയിരിക്കണം. ഓക്കെ, പിന്നെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്? ഒന്ന് ഫാം ഇൻസ്പെക്ഷനാണ്, പിന്നെ ഹാർവെസ്റ്റ് നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് കൃഷിക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ചേമ്പ് നല്ലതാണോ നമ്മൾ ചെക്ക് ചെയ്യുക. ക്വാളിറ്റി ഗ്രേഡിങ്, സ്റ്റോറേജ് കൺട്രോൾ, പ്രീ ഷിപ്പിംഗ് ചെക്ക്, അതായത് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മളിത് ഈ ഒരു 3,40,000 ആ ഒരു ഫിഗറിലോട്ട് നമ്മൾ എത്തിക്കുന്നത്? ഒന്ന്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ 3 മാസത്തേക്ക് നമ്മൾ നമ്മുടെ അറിയാവുന്ന കൃഷിക്കാരെ, ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് വെക്കുക. അതിനിടയ്ക്ക് തന്നെ നമ്മൾക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് എല്ലാം എടുത്തു വെക്കുക. എന്നിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു എക്സ്പോർട്ട് ഷിപ്മെൻറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അത് നമുക്ക് ആമസോൺ USA അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ ബിസിനസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇന്ത്യ ബിസിനസ് പോർട്ടൽ. ഓക്കെ, ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ട് .com. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുറത്തുള്ള എക്സ്പോർട്ട്, നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ആവശ്യമുള്ള ആൾക്കാരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ചെറിയൊരു ഷിപ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ലോസ്, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഷിപ്മെൻ്റൊക്കെ തിരിച്ച് വരേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നഷ്ടമൊന്നും വരത്തില്ല. ഓക്കെ, ഫേസ് 2, അതായത് 4 മുതൽ 6 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സ്പോർട്ടിൻ്റെ വോളിയം കൂട്ടുക. പുതിയ മാർക്കറ്റുകൾ, അതായത് ഇപ്പോൾ നമ്മൾ US അല്ലെങ്കിൽ UK ആണ്,
അതിൽ ആദ്യമേ തന്നെ അടുത്തുള്ള കൺട്രീസ് നമുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പയ്യെ US മാർക്കറ്റിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങണം. പിന്നെ ഫാമേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. നമുക്കറിയാവുന്ന ആദ്യമേ 10 മുതൽ 15 പേരായിരുന്നു, അതിൽ നിന്ന് ഒരു 20-30 പേരിലോട്ടൊക്കെ കൂട്ടുക. പിന്നെ ഫേസ് 3 എന്ന് പറയുന്നത് 7 മുതൽ 12 മാസമാണ്. അതായത് സ്റ്റാർട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അതായത് നമുക്കറിയാം ചേമ്പ് ആണ് നമ്മൾ കയറ്റി വിടുന്നത്, അതിൽ നിന്ന് ചിപ്സ് ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രീം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ചേമ്പിൻ്റെ പൊടി, അങ്ങനെയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചേമ്പ് പോലത്തെ കാറ്റഗറിയിലുള്ള ഹെൽത്തി ഫുഡ്സിൻ്റെ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റപ്പ് പ്രോസസ്സിംഗ് യൂണിറ്റ്, എക്സ്പാൻഡ് ടീം. ഓക്കെ, ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്താ ഒന്നെന്ന് അറിയാൻ നമുക്കറിയാം, പ്രൈസ് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യാൻ ഡിമാൻഡ് അനുസരിച്ച്. പിന്നെ ക്വാളിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൽ ഇഷ്യൂ വരും. പിന്നെ ഷിപ്പിങ്ങിൻ്റെ ഡിലേ വരും. പേയ്മെൻറ്റിൻ്റെ റിസ്കുകളുണ്ട്. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന്, അഡ്വാൻസ് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ഏകദേശം പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് റെഗുലറായിട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ സപ്ലയേഴ്സിനെ കണ്ടുപിടിക്കുക. പിന്നെ LC പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ സക്സസ് ടിപ്സ് എന്ന് പറയുമ്പോഴേക്കും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഫാമേഴ്സ്, നമുക്കറിയാം നമുക്ക് ഈ സാധനം തരുന്ന ആൾക്കാരെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫെയർ പ്രൈസിങ്, ടെക്നിക്കൽ സപ്പോർട്ട് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാം. മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ പ്രൈസ് മോണിറ്ററിങ് പ്രോപ്പർ ആയിരിക്കണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ അനാലിസിസ് ചെയ്യണം. അവർ പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവർ അടുത്ത ബിസിനസ് ഏതാ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, ട്രെൻഡ് ട്രാക്കിംഗ് ചെയ്യുക. ക്വാളിറ്റി ഫോക്കസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ്, സ്റ്റാൻഡേർഡ് മെയിൻ്റെനൻസ്, കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് മെസ്സേജ് അയയ്ക്കുക, കോൾ ചെയ്യല്ലേ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പിന്നെ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, malluentrepreneur.com എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബ്ലോഗുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടാരോ റൂട്ട് അല്ലെങ്കിൽ ചേമ്പ് കൃഷി അല്ലെങ്കിൽ ചേമ്പ് എൻ്റെ ചിപ്സ് വിറ്റിട്ടുള്ള ബിസിനസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.